തൊട്ടപ്പുറത്തുള്ളവന്റെ വീട്ടിൽ പ്രശ്നം നടക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒട്ടും ശരിയല്ല. പക്ഷെ അവനിത്തിരി കഴിവുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ അവനോട് നമുക്കിത്തിരി അസൂയ ഉണ്ടെങ്കിൽ ചെറിയൊരു സന്തോഷമൊക്കെ ചിലർക്കൊക്കെ തോന്നും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം മറ്റ് ക്ലബ്ബുകളുടെ ആരാധകർക്കെല്ലാം അതേ അവസ്ഥയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ പ്രതിരോധ നിര താരമായിട്ടുള്ള അൻവർ അലി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സ്കൂളിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യതകളെ നമുക്കിപ്പോൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഔദ്യോഗിക ആരാധക കൂട്ടായ്മയായിട്ടുള്ള മറൈന സെറീനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ക്ലബ്ബും പിന്നെ അൻവർ അലിയുടെ ഏജന്റും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒട്ടും ധാർമ്മികമല്ലാത്ത അധാർമികമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കാൻ മോഹൻ ബഗാൻ മാനേജ്മെന്റ് അനുവദിക്കുന്നതല്ല. ഈ ഒരു ക്ലബിൽ ഒരാൾ പോലും ടീമിനെക്കാട്ടി വലുതല്ല, അതുകൊണ്ട് തലക്കനമുള്ളവരാരും ടീമിൽ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇതിന്റെ മാനേജ്മെന്റ് ബിലീവ്സ് ദാറ്റ് നോ വൺ ഈസ് ബിഗർ ദാൻ ദി ക്ലബ് ആൻഡ് നത്തിങ് ക്യാൻ ഡിസ്ട്രോയ് ദ ഡ്രസ്സിംഗ് റൂം. ഒരാളെ പോലും ഡ്രസ്സിംഗ് റൂമിലെ ഹാർമണി നശിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ മോഹൻ ബഗാൻ മാനേജ്മെന്റ് ആൻഡ് അൻവർ അലീസ് ഏജന്റ്. തിങ്സ് ആർ നോ ഗോയിങ്. ഇപ്പം കാര്യങ്ങളൊന്നും അത്ര സ്മൂത്ത് ആയിട്ടല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മാനേജ്മെന്റും അൻവർ അലിയുടെ ഏജന്റും തമ്മിൽ നല്ല തർക്കങ്ങളുണ്ട്. ഒരാളെ പോലും ക്ലബിനുപരിയായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ തയ്യാറല്ല. ക്ലബിനെക്കാട്ടി വലുതാണ് എന്ന് തോന്നുന്ന ആളുകൾ ഡ്രസ്സിംഗ് റൂമിന്റെ അറ്റ്മോസ്ഫിയർ തന്നെ നശിപ്പിക്കും. അത്തരത്തിലുള്ളവരെ വേണ്ട എന്നൊക്കെയാണ് മോഹൻ ബഗാൻ ടീമിന്റെ ഭാഷണം. അൻവർ അലിയെ പുറത്തായി കളഞ്ഞാൽ വേറെ ആരെങ്കിലും എടുക്കും. നല്ല കിടിലം പ്രോഡക്റ്റാണ് അൻവർ അലി, അതിനകത്തൊരു സംശയമില്ല. അത്യാവശ്യം ഫിസിക്കുള്ള ഏക ഇന്ത്യൻ പ്രതിരോധ നിര താരം അൻവർ അലിയാണ്. പിന്നെ നമ്മുടെ ആഷിഖ് കുരുണിയെ മാത്രമേ ഉള്ളൂ. വിട്ട് കളഞ്ഞാൽ മോഹൻ ബഗാൻ ചെയ്യുന്ന വമ്പം മണ്ടത്തരമായിരിക്കും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല.